ആദിലയും നൂറയും വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് വേദലക്ഷ്മി അവരെ അപമാനിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ കോൺട്രവേഴ്സി ആവുകയും ലാലേട്ടൻ വരെയും കൃത്യമായിട്ട് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റുമല്ലോ എന്ന് വരെയും കൃത്യമായിട്ട് അവിടെ ലാലേട്ടൻ പറഞ്ഞ് ഏറ്റവും അവസാനം ഫിനാലെ വേദിയിൽ വെച്ച് കൃത്യമായിട്ട് നമ്മൾ രണ്ട് കൂട്ടരും ഫ്രീ ആവുന്ന സമയത്ത് ലാലേട്ടൻ്റെ വീട്ടിലേക്ക് ആദിലയും നൂറയും ക്ഷണിക്കുമെന്നും ലാലേട്ടൻ ഫിനാലെ വേദിയിൽ വെച്ച് ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിഷയമൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വല്ലാണ്ട് ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഫൈസലിക്കയുടെ ഒരു പോസ്റ്റ് കണ്ടു. പുള്ളിക്കാരൻ്റെ വീടിന്റെ പാർപ്പായിരുന്നു ഇതിനൊരു 3 ദിവസം മുമ്പ്. അപ്പോൾ ഈ ഒരു പാർപ്പിൽ ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അല്ലു അർജുൻ ഫാമിലിയിൽ നിന്ന് നമ്മുടെ അല്ലു അർജുൻ്റെ സഹോദരനായിട്ടുള്ള അല്ലു അരവിന്ദൊക്കെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസ്, അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്മാൻമാർ, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു. ഈ പറയുന്ന നമ്മുടെ അമ്മ അസോസിയേഷന്റെ മീറ്റിങ്ങിലൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന റോയൽ കാറ്ററിംഗ് ഒക്കെ ഫുഡൊക്കെ ഒരുക്കിയിട്ട് ഭയങ്കര ഒരു അടാറ് പരിപാടിയായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഈ ഒരു പാർപ്പിനെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാർപ്പിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാ കണ്ടസ്റ്റൻസിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോളും അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കണ്ടസ്റ്റൻസും ഈ ഒരു പാർപ്പിന്റെ ഭാഗമായിട്ട് ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പം തന്നെ ആദിലയും നൂറയും വന്നു. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഈ 2 പെൺകുട്ടികൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കാര്യം എനിക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നു എന്ന് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ഒരു പോസ്റ്റ് ഇവിടെ സൈഡിൽ വെക്കാം. എന്നിട്ട് അവർ പോയ ഈ പറയുന്ന ആദിലയും നൂറയും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വീഡിയോ ഞാൻ ഈ സൈഡിലും വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു വീഡിയോസിൽ ഫൈസൽ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി അത്ര ഹാപ്പി ഒന്നുമല്ല. എന്ന് വെച്ചാൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്തും അവിടെ സംസാരിക്കുന്ന സമയത്തൊക്കെ ആദിലയും നൂറയും വന്ന ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ പുള്ളിക്കാരൻ അത്ര ഹാപ്പി ഒന്നുമല്ലെന്ന് ആ ഒരു ഫേസിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫൈസൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന പെൺകുട്ടികൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എനിക്കറിയില്ലായിരുന്നു എന്ന്. അപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റാണ് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പങ്കുവെച്ചത്. ഈ പറയുന്ന പെൺകുട്ടികൾ സമൂഹത്തിനെതിരായിട്ട് മാതാപിതാക്കളെ അനുസരിക്കാതെ ജീവിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഒരു പ്രോഗ്രാമിൽ വിളിക്കാനോ ഇവരായിട്ട് ബന്ധപ്പെടാനോ ഇവരുടെ ആ ഒരു സ്വഭാവ രീതി മുന്നോട്ട് വെക്കാനോ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പങ്കെടുപ്പിച്ചതിൽ ഇതേ തുടർന്ന് സമൂഹത്തോട് ഞാൻ ഖേദിക്കുന്നു, എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫൈസലിക്ക ഒരു പോസ്റ്റ് തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പിന്നീട് ഈ ഒരു പോസ്റ്റ് ഭയങ്കരമായിട്ട് ഒരു കോൺട്രവേഴ്സിക്ക് ഇരയായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആദില, നൂറ എന്നീ വ്യക്തികളെ ആ ഒരു ചടങ്ങിൽ വിളിച്ച് അപമാനിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അവരെ വിളിക്കാതിരുന്നാൽ പോരെ? ഇൻവൈറ്റ് ചെയ്യാതെ ആരെങ്കിലും ഇത്തരത്തിലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് പോകുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരിങ്ങനെ ചോദ്യങ്ങളായിട്ട് എത്തുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈസലിക്ക വിളിച്ചിട്ടുള്ളത് ബിഗ് ബോസ് താരങ്ങളെ എല്ലാവരെയും കൂടി ആയിരിക്കണം. അതുകൊണ്ടാണ് ആദില, നൂറ എന്നീ വ്യക്തികൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എനിക്കറിയില്ലായിരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത്. ഈ പറയുന്ന ബിഗ് ബോസ് താരങ്ങളെ വിളിക്കുന്ന സമയത്ത് ഇതുപോലുള്ള 2 പെൺകുട്ടികൾ പങ്കെടുത്ത സീസണാണെന്ന് ഫൈസലിക്കക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഒരു ഫൈസൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബിസിനസ്മാൻ ആണെങ്കിലും ഇത്രയും വലിയൊരു ജ്വല്ലറിയുടെ ഉടമസ്ഥനാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ ഒരു ഫേസ് ഫെമിലിയർ ആയി തുടങ്ങിയത് ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നതിനപ്പുറമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് പങ്കെടുത്ത സീസൺ 4 മുതലാണ് ഈ ഒരു വ്യക്തിയെ നമ്മൾ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് ആരംഭിച്ചത്. അതിൽ പിന്നീട് മനസ്സിലായത് ഇയാൾ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ആണ്, ജ്വല്ലറിയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ബിഗ് ബോസ് താരങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഫേസ് ആണ് ഈ പറയുന്ന ഫൈസൽ. അപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന ഫൈസലിക്ക് ബോധമുണ്ടാകും ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി കൂടിയായ ഒരു വിഷയമാണ് ആദില, നൂറ എന്നീ വ്യക്തികൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പെൺകുട്ടികൾ ഈ ഒരു ഷോയിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ ബിഗ് ബോസ് താരങ്ങളെ വിളിക്കുമ്പോൾ ആദില, നൂറ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാവരെയും ക്ഷണിക്കണമായിരുന്നു. ഇതിപ്പോൾ ബിഗ് ബോസ് സീസൺ 7 പങ്കെടുത്ത എല്ലാ കണ്ടസ്റ്റൻസിനെയും ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ക്ഷണിച്ച സമയത്ത് ആദില, നൂറ തീർച്ചയായിട്ടും വരും. കാരണം അവർ കൃത്യമായിട്ട് ബിഗ് ബോസ് സീസൺ 7 പങ്കെടുത്ത വ്യക്തികളാണ്, അവിടെ ഒരു സ്ഥാനം ഉറപ്പിച്ച വ്യക്തികളുമാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ആദില, നൂറ എന്നിവർ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കും. പിന്നീട് ഈ ഒരു വിഷയം ഫൈസലിക്ക പറയുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും. അദ്ദേഹത്തിന് ഈ പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാനായിട്ട് താല്പര്യമില്ലായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പങ്കെടുപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ ഒരു വഴിക്ക് പോവരുത്, അവരെ വിളിക്കാതിരിക്കണം. അവരിപ്പോൾ വിളിച്ചു വന്നു, തനിക്ക് അങ്ങനെ ഒരു ഇഷ്ടക്കേട് തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് ആ ഒരു പെൺകുട്ടികളെ അപമാനിക്കുന്ന രീതിയിൽ ചെയ്യരുത്. കൃത്യമായിട്ട് ആ ഒരു പെൺകുട്ടികൾക്ക് ആ ഒരു സ്പേസിൽ ഈ പറയുന്ന വേദലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു അപമാനം ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് മോഹൻലാലിനെ പോലൊരു ആക്ടർ വന്നിട്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റുമെന്ന് പറഞ്ഞിട്ട് ഫിനാലെ വീക്കിൽ വെച്ച് വീട്ടിലേക്ക് വിളിച്ചത്. അപ്പോൾ അത്രയും കൃത്യമായിട്ട് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം സമൂഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനോട് താല്പര്യമില്ലെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടാതിരിക്കാനോ അല്ലെങ്കിൽ അവരായിട്ട് ഒരു ഇൻവോൾവ്മെൻറ്റ് ചെയ്യാനും നമുക്ക് ചെയ്യാതിരിക്കാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷേ സമൂഹത്തിന് മുമ്പിൽ അവരെ അപമാനിക്കാനായിട്ടുള്ള അധികാരമില്ല. അവർ കൃത്യമായിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് അവർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയത്. പക്ഷേ ഫൈസലിക്ക ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഫേസ്ബുക്ക് പോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇത്രയും സമൂഹം അംഗീകരിച്ച 2 പെൺകുട്ടികളെ മോശമായിട്ട് ചിത്രീകരിക്കരുതായിരുന്നു. ഫൈസലിക്കക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ ആ ഒരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യരുതായിരുന്നു. കൃത്യമായിട്ട് പറയണം, ബിഗ് ബോസ് സീസൺ 7 പങ്കെടുത്ത ആദില, നൂറ എന്നീ പെൺകുട്ടികൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനാണ് എൻ്റെ ക്ഷണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കണമായിരുന്നു. അതില്ലാത്ത പക്ഷം അവർ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു, സ്വന്തം വീടിൻ്റെ പാർപ്പിന് വന്ന ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത വ്യക്തികളെ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. ആദില, നൂറ എന്നീ വ്യക്തികളോട് എനിക്ക് ബിഗ് ബോസിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടക്കേടുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഒരാളോടും നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ഒരാളെയും ഇതുപോലെ അധിക്ഷേപിക്കാൻ ശ്രമിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്